നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒരു ട്രേഡ് മാർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ട്രേഡ് മാർക്ക് IP ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ട്രേഡ് മാർക്ക് ഓൾറെഡി ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. അത് നോക്കിയിട്ട് അത് വേറെ ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷനുമായിട്ട് മുന്നോട്ട് പോകാം. ട്രേഡ് മാർക്ക് ഏത് ക്ലാസ്സിൽ വരുന്നതാണ്, പലതരം ക്ലാസ്സുകളുണ്ട്. ഇപ്പം സോഫ്റ്റ്വെയറിനാണെങ്കിൽ ഒരു ക്ലാസ്, അങ്ങനെ പല പല ക്ലാസ്, ഏത് പ്രോഡക്റ്റ് ഏത് ക്ലാസ്സിലാണ് വരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് മാനുവലായിട്ട് ഫയൽ ചെയ്യാം. മുംബൈയിലോ ഡൽഹിയിലോ ചെന്നൈ, കൽക്കട്ട, അഹമ്മദാബാദ് ഈ ഓഫീസുകളിലൊക്കെ മാനുവലായിട്ട് ഫയൽ ചെയ്യും. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് IP ഇന്ത്യയുടെ സൈറ്റിൽ കയറി ഫയൽ ചെയ്യാം. ഫോം TMA ആണ് അതിന് ഉപയോഗിക്കുന്ന ഫോം. അതിനുശേഷം രജിസ്ട്രാർ ഒരു 3 മാസത്തിനകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിക്കും. പിന്നെ ആരെങ്കിലും അത് ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാമിനേഷൻ റിപ്പോർട്ട് റിലീസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒബ്ജക്ഷനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് 30 ദിവസത്തിനകം നമ്മളത് ബോധിപ്പിക്കേണ്ടതാണ്. ഒബ്ജക്ഷൻ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് മാർക്ക് ഫീഡ്ബാക്ക് ജേർണലിൽ 4 മാസത്തോളം പ്രസിദ്ധീകരിക്കും. ആ സമയത്ത് ആർക്ക് വേണമെങ്കിലും അത് ട്രേഡ് മാർക്കിനെ ഒബ്ജക്റ്റ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഒബ്ജക്റ്റ് ചെയ്യണമെങ്കിൽ ഫോം TMO മൂലം ഒബ്ജക്റ്റ് ചെയ്യാവുന്നതാണ്. ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കേഷനിലോട്ട് കിടക്കും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് 10 കൊല്ലത്തോളം അതിന് വാലിഡിറ്റി ഉണ്ട്. എല്ലാ 10 കൊല്ലവും അത് റിന്യൂ ചെയ്യണം ഫോം TMR ഉപയോഗിച്ച്. ഇതൊക്കെയാണ് ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ.